ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ബംഗാളികളും മലയാളികളും തമ്മിലുള്ള ആത്മബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബംഗാളി ഡിഷാണ് ദഹി വാലെ ബെങ്കൻ. വഴുതനങ്ങ പൊതുവെ ഇഷ്ടമല്ലാത്തവരുടെ ഉള്ളിലേക്ക് പോലും വഴുതനങ്ങ എത്തിക്കാൻ നല്ലൊരു മാർഗ്ഗമാണ് ഈ കറി. ഉണ്ടാക്കാൻ വെറും 10 മിനിറ്റ് മതി. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയുമാണ്. ഇത് പ്രിപ്പയർ ചെയ്യാനായി നമുക്ക് ആവശ്യം വഴുതനങ്ങ. വയലറ്റ് കളറിലെ വഴുതനങ്ങ എടുക്കുക, നമ്മുടെ പച്ച കളറിലെ വഴുതനങ്ങ അല്ല. വയലറ്റ് വഴുതനങ്ങ വട്ടത്തിൽ തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ആവശ്യം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്. നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വഴുതനങ്ങയിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ലേശം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക. എനിക്കെല്ലാം കൈപ്പാകമാണ്. സ്പൂൺ കണക്കിന് പറയാൻ എനിക്ക് വലിയ പിടിയില്ല. എല്ലാം ഞാൻ കൈപ്പാകം വെച്ചാണ് ചെയ്യുന്നത്. സോ ആവശ്യത്തിന് തോന്നുന്നവർക്ക് ഇത് വേണ്ടവർക്ക് കൂടുതലും കുറവുമായിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. നമ്മുടെ വഴുതനങ്ങയുടെ 2 സൈഡിലും ആ പൊടികളൊക്കെ നല്ലോണം പിടിച്ചിരിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇത് മാരിനേറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന സമയത്ത് നല്ല കട്ട തൈര്, ലൂസായിട്ടുള്ള തൈരല്ല, നല്ല കട്ട തൈര്, ലേശം ഉപ്പ് ചേർത്ത് നല്ല രീതിയിൽ നമുക്ക് വിസ്ക് ചെയ്തെടുക്കാം. ഏത് പാത്രത്തിലാണോ നമ്മളിത് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ തന്നെ തൈര് ഒഴിച്ച് വെച്ചാൽ മതി. എന്നിട്ട് ചെറിയ ഉള്ളി ആവശ്യത്തിനനുസരിച്ച് നമുക്ക് താളിക്കാൻ ആവശ്യം എന്തോരം ഉണ്ടെന്ന് തോന്നുന്നു. ചെറിയ ഉള്ളി ആരോഗ്യത്തിന് ഭയങ്കര നല്ലതാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ എടുത്തോന്ന് വെച്ചാൽ തെറ്റില്ല. കുരുകുരാന്ന് കട്ട് ചെയ്തെടുക്കുക. സ്റ്റൗ ഓൺ ചെയ്യുക. നമ്മുടെ പാൻ അതിനകത്തേക്ക് വെക്കുക. എന്നിട്ട് ലേശം വെളിച്ചെണ്ണ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വഴുതനങ്ങ അതിൽ നിരത്തി വെച്ച് ഫ്രൈ ചെയ്ത് എടുക്കുക. ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും മറിച്ചിട്ട് മറ്റേ സൈഡ് കൂടെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ സെർവ് ചെയ്യാൻ തൈര് വെച്ചേക്കുന്നതിനൊക്കെ തന്നെ ഡയറക്റ്റ് മാറ്റിക്കോളൂ. വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി ഇനി അതും കൂടി കഴുകാൻ നിൽക്കണ്ട. ബാക്കിയുള്ള വഴുതനങ്ങയും നമുക്കിതുപോലെ തന്നെ 2 സൈഡും നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് എടുക്കാം. അതുകൂടെ നമുക്ക് നമ്മുടെ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആ തൈരിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരും. നല്ല കട്ട വൈറ്റ് തൈരായിരുന്നു നമ്മൾ ആഡ് ചെയ്തേക്കുന്ന ഭയങ്കരം. അതിൻ്റെ മസാലയൊക്കെ കൂടെ നല്ലോണം ഇളക്കുമ്പോഴത്തേക്കും കളറൊക്കെ മാറി ഒരു കറിയുടെ ലുക്കിലേക്കൊക്കെ വരും. ഇനി ഞാൻ അതേ കടായി തന്നെയാണ് തടുക്ക ആഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. തടുക്ക പാൻ വേണമെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഞാനിത് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് എക്സ്ട്രാ ഒരു പാത്രം കഴുകണ്ട, പിന്നെ ആ ബാക്കിയുള്ള മസാല മൊത്തം കൂടെ പോരുകയും ചെയ്യും. അപ്പോൾ കടുക് നല്ലോണം പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് വറ്റൽമുളകും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ആ ചെറിയ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്കും കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഓപ്ഷണലായാണ് ലേശം കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, ആ ഒരു നിറത്തിന് വേണ്ടിയിട്ട്. ഞാൻ എന്തായാലും ഇത്തിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണ്ടാത്തവർക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൂടെ ചേർത്ത് നല്ല രീതിയിൽ നമ്മുടെ തടുക്ക മിക്സ് ചെയ്തെടുക്കുക. ഇനി അത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നല്ലോണം വടിച്ച് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ പാനിൽ പറ്റി പിടിച്ചിരുന്നിരുന്ന മസാലകളൊക്കെ പോകുന്നു. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കറി.
നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഉണ്ടാക്കാനും ഒരു പാടുമില്ല. ഒരു 10 മിനിറ്റിൽ പരിപാടി നമുക്ക് തീരും. എല്ലാം കട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തിട്ട് ചോറിൻ്റെ ഒപ്പമാണ് ഇത് കഴിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ദഹി വാലെ ബെങ്കൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.